നമസ്കാരം, വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കാസർഗോഡ് ഇരട്ട കൊലപാതകം, അച്ഛൻ മകളെ വെട്ടിക്കൊന്നു. ഇന്നലെ കാസർഗോഡ് മഞ്ചേശ്വരത്ത് പിതാവ് മകളെ വെട്ടിക്കൊന്ന സംഭവത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബന്ധു മരണപ്പെട്ടു. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. 18 വയസ്സുകാരിയെ മറിയം ജുമൈലിയാണ് പിതാവ് ഉമർ ഫാറൂഖ് വെട്ടിക്കൊന്നത്. ദിവസങ്ങളായി തുടർന്നു വരുന്ന കുടുംബ പ്രശ്നങ്ങൾക്കിടെയാണ് അക്രമം. ഉമർ ഫാറൂഖ് ലഹരിക്കടിമയെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 3 മാസം മുമ്പാണ് ഉമർ ഫാറൂഖ് വിദേശത്തു നിന്നും നാട്ടിലെത്തിയത്. അന്നു മുതൽ തുടങ്ങിയ കുടുംബ പ്രശ്നത്തെ തുടർന്ന് ഇരുവരും ബന്ധം വേർപിരിയലിന്റെ വക്കിൽ വരെ എത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു ക്രൂര കൊലപാതകം നടന്നിരിക്കുന്നത്. പെൺകുട്ടിയുടെ അമ്മയുടെ സഹോദരി ഭർത്താവ് ഷെയ്ഖ് കുഞ്ഞിനെയും ആക്രമണത്തിൽ ചികിത്സയിലായിരിക്കെ മരണപ്പെട്ടു. സ്വത്ത് തർക്കവും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിവരം. ആദ്യം ഷെയ്ഖ് കുഞ്ഞിനെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് മകൾക്ക് വെട്ടേറ്റത്. പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പെരുമ്പാവൂർ 2 കിലോ കഞ്ചാവുമായി അതിഥി തൊഴിലാളി പിടിയിൽ. ബംഗാൾ ഹൗറ സ്വദേശി അക്രം അലിയെയാണ് പെരുമ്പാവൂർ SITയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. പെരുമ്പാവൂർ സ്വകാര്യ ബസ് സ്റ്റാൻഡ് റോഡിൽ നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ബംഗാളിൽ നിന്ന് ട്രെയിൻ മാർഗം കഞ്ചാവ് കാക്കനാട് എത്തിച്ച് അവിടെ നിന്ന് പെരുമ്പാവൂരിൽ എത്തിച്ച് വിൽപ്പന നടത്തി മടങ്ങി പോകുന്നതായിരുന്നു പ്രതിയുടെ രീതി. 1 കിലോയ്ക്ക് 25,000 രൂപ നിരക്കിൽ പെരുമ്പാവൂരിലെ അതിഥി തൊഴിലാളികൾക്കായിരുന്നു വിൽപ്പന. അവർ ചെറിയ പാക്കറ്റുകളിലാക്കി വിൽപ്പന നടത്തി വരികയായിരുന്നു. പ്രതിയിൽ നിന്ന് കഞ്ചാവ് വാങ്ങുന്നവരെ കുറിച്ച് അന്വേഷിക്കുകയാണ്. സർക്കാർ ഡോക്ടർമാരുടെ സമരം പിൻവലിച്ചു. അധ്യാപനവും പുനരാരംഭിക്കും. OPകൾ ഇന്നു മുതൽ പ്രവർത്തിച്ചു തുടങ്ങി. സർക്കാരുമായി നടത്തിയ ചർച്ചയിൽ ലഭിച്ച ഉറപ്പിനെ തുടർന്നാണ് ഈ പിന്മാറ്റം. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ ശമ്പള പരിഷ്കരണം കൂടാതെ എൻട്രി കേഡറുകൾക്കുള്ള അനുകൂല തീരുമാനം ഇന്നലെ ധനകാര്യ ആരോഗ്യ വകുപ്പുകളുമായി നടത്തിയ ചർച്ചയിൽ ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർമാരുടെ വിവിധ ഇനം ആവശ്യങ്ങളാണ് ഈ സമരത്തിലൂടെ അവർ ഉന്നയിച്ചിട്ടുള്ളത്. അതെല്ലാം പരിഹരിക്കാം എന്ന ഉറപ്പാണ് ഇന്നലെ നടന്ന ചർച്ചയിൽ നൽകിയിരിക്കുന്നത്. ഇന്ത്യ-US വ്യാപാര കരാർ സ്ഥിരീകരിച്ച് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ. ഇത് വെറുമൊരു വ്യാപാര കരാറല്ല, ഇന്ത്യ-US ബന്ധത്തിന് പുതിയ രൂപം നൽകുന്നതെന്നും 2047 വീക്ഷിത് ഭാരതത്തിലേക്കുള്ള യാത്ര വേഗത്തിൽ ആക്കുന്നതുമാണെന്നാണ് പീയൂഷ് ഗോയൽ എക്സിലൂടെ പ്രതികരിച്ചു. ചരിത്രപ്രധാനമായ വ്യാപാര കരാറിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും അഭിനന്ദനമെന്നും US-ഉമായുള്ള ഇന്ത്യയുടെ വ്യാപാര ബന്ധത്തിൽ കാതലായ മാറ്റത്തിന് കരാർ വഴിയൊരുക്കുമെന്നും പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. ട്രംപുമായി ഫോണിൽ സംസാരിച്ചുവെന്ന് നരേന്ദ്രമോദി സ്ഥിരീകരിച്ചു. 18% തീരുവ കുറച്ചതിന് ട്രംപിന് നന്ദിയെന്ന് മോദി എക്സിലൂടെയും ഫേസ്ബുക്കിലും കുറിച്ചു. എന്നാൽ വ്യാപാര കരാറായെന്ന് സ്ഥിരീകരിക്കാതെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ഫെബ്രുവരി 15 കൊളംബിയയിൽ നടക്കേണ്ട T20 ലോകകപ്പിലെ ഇന്ത്യ-പാകിസ്ഥാൻ മത്സരം ബഹിഷ്കരിക്കാനുള്ള പാക് സർക്കാർ തീരുമാനത്തിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെ ശിക്ഷിക്കാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന് അധികാരമില്ലെന്ന് മുൻ ICC ചെയർമാൻ ഇഹ്സാൻ മണി. സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിന്റെ പേരിൽ ഒരു രാജ്യത്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം വാദിച്ചു. ലോകകപ്പിലെ മറ്റ് മത്സരങ്ങളിൽ പാകിസ്ഥാൻ പങ്കെടുക്കുമെങ്കിലും ഇന്ത്യക്കെതിരായ പോരാട്ടത്തിൽ നിന്ന് മാത്രം വിട്ടുനിൽക്കാനാണ് പാക് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റുകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.